നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് തിയേറ്ററിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരണം. മൾട്ടിപ്ലക്സ് തിയേറ്ററിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് ഡി സിനിമാസിലെ സേവനങ്ങളെന്നും പാർക്കിംഗ് ചാർജ് ഈടാക്കരുതെന്ന മുനിസിപ്പാലിറ്റി വ്യവസ്ഥ പോലും ഡി സിനിമാസിൽ പാലിക്കുന്നില്ല എന്നും തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. നമ്മുടെ സ്വന്തം ചാലക്കുടി എന്ന ഫേസ്ബുക്ക് പേജാണ് ഡി സിനിമാസിനെതിരെയുള്ള നിരവധി ആരോപണങ്ങൾ അടങ്ങിയ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. ദിലീപ് എന്ന ജനപ്രിയ നായകന്റെ സ്വന്തം തിയേറ്ററിൽ ജനത്തിന് പ്രിയമില്ലാത്ത രീതിയിലാണ് തീവെട്ടിക്കൊള്ള നടക്കുന്നതെന്ന് പോസ്റ്റിൽ ആരോപിക്കുന്നു. മുനിസിപ്പാലിറ്റി പണം ഈടാക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ഡി സിനിമാസിൽ കാർ പാർക്ക് ചെയ്യണമെങ്കിൽ 20 രൂപ കൊടുക്കണം. അതുകഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ ചെന്നാൽ ടിക്കറ്റിന് പുറമെ സെസ് കൂടി വാങ്ങും. സാധാരണ ഒരു തിയേറ്ററിലും 3-4 വയസ്സുകാർക്ക് ടിക്കറ്റ് ചോദിക്കാറില്ല. ഇവിടെ ചെന്നാൽ 3 വയസ്സുകാർക്കും കൊടുക്കണം ഫുൾ ടിക്കറ്റ് ചാർജ്. സെക്യൂരിറ്റി ചെക്കിംഗ് വേറെയും. കുടിവെള്ളം പോലും അകത്തു കടത്താൻ അനുവദിക്കില്ല. ലോഞ്ചിൽ ചെന്നിരുന്നാൽ അവിടെ അവരുടെ വക ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, പോപ്കോൺ, മറ്റ് സാധനങ്ങൾ ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി വില കൊടുത്ത് വേണം വാങ്ങാൻ. ഒരു ചായയ്ക്ക് 25 രൂപ, ഐസ്ക്രീമിന് 50 രൂപ, പോപ്കോണിനാകട്ടെ 100 രൂപ എന്നിങ്ങനെ ഡി സിനിമാസിനെ കുറിച്ച് അക്കമിട്ട് നിരത്തിയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പറയുമ്പോൾ എല്ലാം ജനത്തിനു വേണ്ടി, അടുത്തറിയുമ്പോൾ ഇതെല്ലാം ജനത്തിന്റെ പണത്തിനു വേണ്ടി മാത്രമാണെന്ന രീതിയിൽ തീവെട്ടിക്കൊള്ള നടക്കുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. ദിലീപിനെതിരെയുള്ള കുറിപ്പിനെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഡി സിനിമാസിലോ മറ്റു തിയേറ്ററുകളിലോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.